വൃന്ദാവനത്തിൽ എന്നും ആഘോഷമാണ് കേട്ടോ. നമ്മുടെ ഉണ്ണി കമിഴ്ന്നാൽ ആഘോഷം, എണീറ്റിരുന്നാൽ ആഘോഷം, മുട്ടുകുത്തിയാൽ ആഘോഷം, അങ്ങനെ എല്ലാത്തിനും അവിടെ വലിയ ആഘോഷം. അങ്ങനെ ഈ മുട്ടുകുത്തി നടക്കുന്ന ഒരു സമയത്ത് ഇവരിങ്ങനെ മുട്ടുകുത്തി രണ്ടുപേരുണ്ട്, ജ്യേഷ്ഠനുണ്ട് അനിയനുണ്ട്. ഉമ്മറപ്പടിയുടെ അടുത്തേക്ക് എത്തിയിട്ടോ. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഉമ്മറപ്പടി അങ്ങോട്ട് ചാടി കിടക്കണം. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യുക, അത്രയ്ക്ക് പ്രായമായിട്ടില്ലല്ലോ, ചാടി കിടക്കാൻ പറ്റില്ല. അങ്ങനെ ഏട്ടൻ പറഞ്ഞു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു തലയിണ പിടിച്ച് വലിച്ച് എങ്ങനെയൊക്കെയോ കൊണ്ടുവന്നിട്ടു. എന്നിട്ട് അതിന് മുകളിൽ കയറിയിട്ട് ഇവർ രണ്ടുപേരും ആ ഉമ്മറപ്പടിക്ക് മുകളിലായിട്ടിരുന്നു. ഒരു ആനപ്പുറത്തിരിക്കുന്ന പോലെ രണ്ട് കാലും അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് കേട്ടോ. അങ്ങനെ ഉണ്ണി പതുക്കെ എങ്ങനെയൊക്കെയോ ഏന്തി വലിഞ്ഞ് താഴേക്ക് ഇറങ്ങി, അതായത് മുറ്റത്തേക്ക് എത്തി. അപ്പൊ പിന്നെ അവിടെ വിശാലമായ മുറ്റാണ്, തൊഴുത്തും പശുക്കളൊക്കെ ആയിട്ട് വലിയ ഇഷ്ടമായിട്ടോ. അങ്ങനെ പിന്നാലെ പൊതോ എന്നുള്ളൊരു ശബ്ദം, കാരണം രാമേട്ടൻ ഇറങ്ങിയതാണേ. അപ്പൊ എന്താ ഏട്ടാ അവിടെ ഒരു ശബ്ദം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ അങ്ങോട്ട് ഇറങ്ങിയതാന്ന് പറഞ്ഞു. വീണു അവിടെ, അതാണ് ഈ പറയണതേ. അങ്ങനെ രണ്ടുപേരും കൂടെ മുട്ടുകുത്തിയിട്ട് പശുക്കളുടെ അടുത്തേക്ക് എത്തിയിട്ടോ. അവ അങ്ങനെ ഒരു പശുക്കുട്ടി ഉണ്ട്, അതിൻ്റെ വാലിൽ അങ്ങടെ ആ കയറി പിടിച്ചു ചെന്നിട്ട്. അപ്പോൾ വാലിൽ പിടിച്ച പശുക്കുട്ടി വെറുതെ ഇരിക്കുമോ, അത് ഓടാൻ തുടങ്ങി. അങ്ങനെ പശുക്കുട്ടിക്ക് ഓടാനായിട്ട് ഇങ്ങനെ സ്ഥലമൊന്നുമില്ല, ഇന്ന സ്ഥലമൊന്നുമില്ലേ, അത് കണ്ടിടത്തോടൊക്കെ മുറ്റത്തും ആ പറമ്പിലും തൊഴുത്തിനും ചുറ്റുമൊക്കെ ഇങ്ങനെ ഓടാൻ തുടങ്ങിയിട്ടോ. പിന്നാലെ ഈ വാലും പിടിച്ചിട്ട് നമ്മുടെ കണ്ണനുണ്ട്. അങ്ങനെ ഓടുന്ന സമയത്ത് ഒരു ചാലുണ്ട് മുറിച്ച് കിടക്കാനായിട്ടേ, ഈ ഗോമൂത്രവും ചാണകമൊക്കെ ഇങ്ങനെ അതിങ്ങനെ ഒഴുകി പോകുന്ന ഒരു ചാല. അത് ഈ പശുക്കുട്ടി അങ്ങടെ ചാടിക്കിടന്നു. നമ്മുടെ ആൾ പിടിവിട്ട് ആ ചാലിലാ വീണതും ആകെ അഭിഷേകം കഴിഞ്ഞ പോലെ ആയിട്ടോ, ഗോമൂത്രത്തിലും ചാണകത്തിലും ഒക്കെ മുങ്ങിയിട്ട്. തൊട്ടപ്പുറത്ത് രാമേട്ടന് വീണ് കിടക്കുന്നുണ്ട് ഇതേപോലെ തന്നെ. അങ്ങനെ യശോദാമ്മ വന്നിട്ട് രണ്ടുപേരെയും പിടിച്ചു കൊണ്ടുപോയി പിന്നെയും കുളിപ്പിച്ച് പുറപ്പെടുവിച്ച് നിർത്തും കേട്ടോ. അങ്ങനെ അവര് ഉമ്മറപ്പടി ചാടി കിടക്കാനായിട്ട് പഠിച്ചു. പിന്നെ എന്നും ഇത് തന്നെയാണ്, എന്നും ചാടി കിടക്കും, മുട്ട് കുത്തിയിട്ട് അങ്ങോട്ട് ചെല്ലും, എന്നിട്ട് പശുവിൻ്റെ വാല് പിടിക്കും, പശു എണീറ്റ് നിൽക്കും, പിന്നാലെ നമ്മളും വാല് പിടിച്ചു പോകും. അങ്ങനെയാണ് നമ്മുടെ ഉണ്ണി നടക്കാനായിട്ട് പഠിക്കുന്നത് കേട്ടോ.